അപ്പം ജനിച്ച സമയത്ത് അച്ഛനോട് ചോദിച്ചു അത്ര എന്നെ എന്തിനാ ജനിപ്പിച്ചതെന്ന്. അച്ഛൻ പറഞ്ഞു ദാരികൻ എന്ന് പറയുന്ന ഒരു അസുരനുണ്ട്, പോയി അവനെ കൊന്നിട്ട് വന്നു. അപ്പോൾ ദേവി പറഞ്ഞു അത്ര എനിക്ക് വാഹനമില്ല എന്ന്, എനിക്ക് പോകാൻ വണ്ടി വേണം. വളരെ പോണ്ടേ, ഏതെങ്കിലും ഒരു വണ്ടി ഏർപ്പാടാക്കി തരിക. ഇപ്പം ദേവിയോട് വിന്ധ്യപർവ്വതത്തിൽ ഒരാൾ താമസിക്കുന്നുണ്ട്, അയാളെ വാഹനമാക്കി കൊള്ളാൻ പറഞ്ഞു മഹാദേവൻ. ആരാ ഭദ്രകാളുടെ വാഹനം? ആരോ പറയുന്നുണ്ട്, ഓർക്കെ പറഞ്ഞോളമ്മേ. ഭദ്രകാളുടെ വാഹനം ആരാ? ഇവിടെ കൊടിമരമില്ല. ഏതൊരു ക്ഷേത്രത്തിലും കൊടിമരം വെക്കുന്ന സമയത്ത് ആ കൊടിമരത്തിൽ ഇരിക്കേണ്ടത് ആ ദേവതയുടെ വാഹനമാരോ അവരാണ്. ഇപ്പൊ ഗുരുവായൂർ നിങ്ങൾ കാണുന്നത് ഗരുഡനെയാണ് അല്ലേ? ഏറ്റുമാനൂർ പോയാൽ നിങ്ങൾ കാണുക നന്ദിയാണ് ആണല്ലോ. തിരുമാന്താംകുന്ന് വന്നാൽ അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ നിങ്ങൾ പോയാൽ, കൊടുങ്ങല്ലൂർ കൊടിമരമില്ല, കൊടിമരമുള്ള സ്ഥലമാണെങ്കിൽ ആരെ കാണും? ഭദ്രകാളുടെ വാഹനം സിംഹമല്ല, ഭദ്രകാളുടെ വാഹനം വേതാളമാണ്. വേതാള കണ്ഠസ്ഥിത എന്ന് വിളിക്കും അമ്മേ. വേതാളത്തിൻ്റെ പുറത്താണ് ഇരിക്കുന്നത്. അപ്പോൾ നാടൻ പ്രയോഗമാണ്, നിങ്ങളിതിൻ്റെ ഹ്യൂമർ മാത്രം എൻജോയ് ചെയ്താൽ മതി. കല്ലാറ്റുകുറുപ്പിൻ്റെ കളമെഴുത്ത് സമ്പ്രദായത്തിൽ കളമ്പാട്ടിൽ പറയുന്നുണ്ട്, ദേവി വിന്ധ്യപർവ്വതത്തിൽ ചെന്ന് തൻ്റെ വാഹനമായിട്ടുള്ള വേതാളത്തെ കണ്ടത്രേ. വേതാളത്തെ കണ്ട സമയത്ത് വേതാളം കടന്ന് ഉറങ്ങുമായിരുന്നു. വേതാളത്തെ ദേവി വിളിച്ചുണർത്തിയ സമയത്ത് ദേവിയെ കണ്ടിട്ട് വേതാളവും വേതാളത്തെ കണ്ട് ദേവിയും രണ്ട് ദിശയിലേക്ക് ഓടിത്രേ ഭയന്നിട്ട്. അതൊരു നാടൻ പ്രയോഗം. കാരണം ഘോരതയും ആ ഭാവവും മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഞാൻ അമ്മയെ കളിയാക്കുന്നതല്ല. ഇങ്ങനെയുള്ള ഭഗവതി, പൊതുവിൽ കാളി എന്നുള്ള ശബ്ദത്തിന് തന്നെ കറുത്തവൾ എന്നർത്ഥമുണ്ട്. നീലശ്യാമ മേഘവർണ്ണമുള്ളവൾ. ഒന്നാമത് അമ്മ കറുത്തിട്ട്. രണ്ട്, ഈ ദാരികൻ എന്ന് വലിക്കപ്പെടുന്ന അസുരന്റെ ഭാര്യയായിട്ടുള്ള മനോദരിയുടെ ശാപം കൊണ്ട് അമ്മയ്ക്ക് വസൂരി വന്നിട്ടുണ്ട് മുഖത്ത്. നിങ്ങൾ മുടിയേറ്റൊക്കെ നടത്തുമ്പോൾ കൃത്യമായിട്ട് കാണാം, വെളുത്ത മാവ് കൊണ്ട് കുത്തായിട്ട് ഇട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അമ്മ വിരൂപയായി എന്നാണ്. ആ വിരൂപമായിട്ടുള്ള രൂപം കൊണ്ട് അത്ര ഈ തലയറുത്തിട്ട് കൈലാസം ചെന്നിട്ട് അച്ഛനോട് പറഞ്ഞത്, അച്ഛൻ പറഞ്ഞ ജോലി ഞാൻ ചെയ്തു, ഇനി എന്നെ കണ്ടിട്ട് ആരാധിക്കും? എൻ്റെ രൂപം കണ്ടില്ലേ, എന്നെ കണ്ട ആൾക്കാർ ഭയന്ന് ഓടുന്നു. ഞാൻ പറഞ്ഞതല്ലേ, കളമ്പാട്ടിലുള്ളതാണേ, നിങ്ങൾക്ക് പരിശോധിക്കാം. ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. അച്ഛൻ പറഞ്ഞു അത്രേ, മോളെ നീ ഒരു കാര്യം ചെയ്യും, നീ ദക്ഷിണ ദിക്കിലേക്ക് ചെല്ല്, തെക്ക് ഭാഗത്തേക്ക് പോകും ഭാരതത്തിൻ്റെ. അവിടെ ഭാർഗവ ക്ഷേത്രമായിട്ടുള്ള കേരളത്തിലൊരു വിഭാഗം ആൾക്കാരുണ്ട്, അവർ നിന്നെ പേടിക്കില്ല, മറിച്ച് നിന്നെ ആരാധിക്കും. അവർ വർഷം തോറും നിനക്ക് പൂജ തരും. എങ്ങനെയുള്ള പൂജ? 5 വർണ്ണ പൊടി കൊണ്ട് പന്തലിട്ട് കളം വരച്ച് പാട്ടുപാടി നേദ്യം തന്ന് നിന്നെ സന്തോഷിപ്പിക്കുന്ന പറഞ്ഞത്. അതാണ് കളമെഴുത്തും പാട്ട്. പറയുന്നതൊക്കെ ഗംഭീരമായിട്ടാണ്. 128 കാല് പന്തലിട്ട് നിന്നെ സന്തോഷിപ്പിക്കും. അതിന് പറ്റാത്ത ആൾക്കാർ 64 കാല് പന്തലിട്ട് നിന്നെ സന്തോഷിപ്പിക്കും. അതിനും പറ്റാത്തവർ 32, 16, 8, ഒന്നിനും സാധിക്കാത്ത ആൾക്കാർ 4 കാല് പന്തലിട്ട് 5 വർണ്ണപ്പൊടി കൊണ്ട് കളം എഴുതി നിന്റെ പാട്ട് പാടി നിന്റെ ചരിതം പാടി നിന്നെ സന്തോഷിപ്പിക്കുന്ന പറഞ്ഞു. അപ്പൊ അമ്മയ്ക്കൊരു കോംപ്ലക്സ് ഉണ്ട്. എന്ത്? അമ്മയെ കാണാൻ ഭംഗിയില്ല. ലോകത്തെ ഏറ്റവും സുന്ദരിയായിരിക്കുന്നവളാണ് ആ ശ്രീകാലത്ത് ഇരിക്കുന്നത്. ഏറ്റവും സുന്ദരിയായിരിക്കുന്നതും അവളാണ്, ഏറ്റവും ഘോരരൂപിണിയായിരിക്കുന്നതും അമ്മ തന്നെയാണ്. ഒരു പ്രപഞ്ചത്തിൻ്റെ ബ്രഹ്മത്തിൻ്റെ 2 എക്സ്ട്രീംസ് ആണ്. ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ പറയാറില്ലേ, ഏറ്റവും ശാന്തനായിരിക്കുന്ന ഭഗവാൻ. മഹാദേവനെ കുറിച്ച് പറയുമ്പോൾ പറയും ക്ഷിപ്രകോപിയായിരിക്കുന്ന ഭഗവാൻ. ഏറ്റവും ശാന്തനായിരിക്കുന്നതും ഏറ്റവും ഘോര രൂപത്തിലിരിക്കുന്നതും ഒരു വസ്തു തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഈ ഭഗവതിയെ കണ്ടിട്ട് നമ്മളാരും ദയവായിട്ട് കുട്ടികളിൽ, എനിക്ക് എളുപ്പം അതാണ് പറയാനുള്ളത്, ദയവായിട്ട് ഭയത്തിൻ്റെ പേരിൽ ആരാധിക്കാതിരിക്കുക. ഇതമ്മയ്ക്ക് ഞാൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അമ്മ എന്നെ എന്തോ ചെയ്ത് കളയും. അപ്പം നമ്മൾ അമ്മ എങ്ങനെയാണ് കാണുന്നത്? ആ ഭാവത്തിൽ കാണുമ്പോൾ അത് അമ്മയായിട്ടാണോ കാണുന്നത്? ഒരിക്കലും ഈ ഭഗവതി നിങ്ങളെ ശപിക്കില്ല. ഒരിക്കലും ഈ ഭഗവതിയുടെ കോപം നിങ്ങളുടെ മേലുണ്ടാവില്ല. കാരണം ഒരമ്മയ്ക്കും അത് സാധിക്കില്ല. പക്ഷേ പാലക്കാട് ഭാഷയിൽ പറയും ഉള്ളു പൊള്ളുക എന്ന് പറയും ഒരമ്മയുടെ. ചാൽ ഞാൻ വളർത്തി വലുതാക്കിയ എൻ്റെ മകൻ ഒരു പരിധി ആയപ്പോൾ എന്നെ വേണ്ടാണ്ടായല്ലോ. അവനിപ്പോൾ എന്നെ കാണാൻ സമയമില്ലത്രേ. ആ വിഷമാണ് അടിക്കുക. ആ അടിക്ക് പരിധി ഉണ്ടാവില്ല. എൻ്റെ മുമ്പിൽ വളർന്നവൻ, എൻ്റെ ഈ തിരുമുറ്റത്ത് പിച്ച വെച്ച് വളർന്ന, എൻ്റെ നേദ്യം കഴിച്ച്, എൻ്റെ പായസം കഴിച്ച്, എൻ്റെ മാല കെട്ടി എൻ്റെ മുമ്പിൽ വളർന്നവന് ഇപ്പോൾ ഒരു പ്രായവും പക്വതായപ്പോൾ എന്നെ വേണ്ടാണ്ടായല്ലോ എന്നുള്ള വിഷമുണ്ടല്ലോ, ആ വിഷം അടിക്കും. അതാണ് അടിക്കുക. അത് മറ്റതിനേക്കാൾ തീവ്രത കൂടുതലാണ്. അതാണ് പ്രശ്നം. അതുകൊണ്ട് അത് പറയിക്കാതിരിക്കുക ഭഗവതിയെ കൊണ്ടെന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ധർമ്മം. എൻ്റെ മക്കൾക്കൊക്കെ എന്നെ വേണമല്ലോ എന്ന്. തിരുമാന്താംകുന്നിലമ്മയുടെ ആറാട്ടിന് ഭഗവതിയുടെ തിടമ്പ്
ആനപ്പുറത്ത് കയറ്റുമ്പോൾ ഞങ്ങൾക്ക് കൽപ്പനയുണ്ട് 11 ദിവസവും. തുടങ്ങുക തന്നെ കൽപ്പന. എല്ലാ കൊല്ലം ഒന്നെ പറയാം. അതുകൊണ്ട് ഞാൻ ചെറുപ്പം തൊട്ടേ കേൾക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാൻ കാണാതെ. തുടങ്ങുക കൽപ്പന. ആറാട്ടിന് ഒരു വർഷക്കാലത്തിന് ശേഷം പുറത്തേക്ക് എഴുന്നള്ളിയ ഭഗവതി തൻ്റെ മക്കളെ കാണുന്ന സമയത്ത് ആദ്യം വിളിക്കുക എൻ്റെ പൊന്നു മക്കളെ എന്നാണ് വിളിക്കുക, അല്ലാണ്ട് എൻ്റെ ഭക്തരെ നിങ്ങൾ വന്നിട്ടുണ്ടോന്നല്ല. എൻ്റെ പൊന്നുമക്കളെ എന്നാണ് വിളിച്ച് അഭിസംബോധന ചെയ്യുക. എന്നിട്ട് പറയും ആ കൽപ്പന തുടങ്ങുക എൻ്റെ പൊന്നുമക്കൾ ഒട്ടും വ്യാകുലപ്പെട്ടു പോകണ്ടെന്നാണ്. കൽപ്പന കേട്ടാൽ ഇങ്ങനെ നമുക്കിങ്ങനെ കോൺഫിഡൻസ് ഇങ്ങനെ കൂടും. ദേവി പറയുന്നേക്കണം, മല പോലെ വന്നത് ഞാൻ മഞ്ഞ് പോലെ തട്ടി നീക്കുന്നതാണ്. നിങ്ങൾക്ക് നേരെ വരുന്ന ആപത്തുകൾ മല പോലുള്ളതാണെങ്കിൽ മഞ്ഞ് പോലെ ഞാനതിനെ തട്ടി നിൽക്കും. എനിക്കൊക്കെ ഇങ്ങനെ വന്നിട്ട് എല്ലാ സ്ഥലത്തും പോയിട്ട് എന്തെങ്കിലും സംസാരിക്കാനുള്ളൊരു ഊർജം ഭഗവതി തരുന്നത്. 41,000 നാട്ടിൽ ചെന്നാലും അന്യായപ്പെട്ട് മാറത്ത് കൈവച്ച് അമ്മേ എന്ന് വിളിച്ചാൽ ആ സ്ഥലത്ത് ഞാൻ മുന്നിലും പിന്നിലും ഇടത്തും വലത്തും ഉണ്ടാവുന്നതാണ് അമ്മ തരുന്ന വാക്ക്. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഏതെങ്കിലും നാട്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു മന്ത്രം ചൊല്ലണ്ട, ഈ കൈ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇവിടെ വെക്കുക, എന്നിട്ട് എന്ത് വിളിക്കുക, അമ്മേ എന്ന് വിളിച്ചാൽ ഞാൻ ആ സ്ഥലത്ത് വന്ന് നിങ്ങളുടെ ആവശ്യം നിറവേറ്റി തരുന്നതാണ്. ഇത്രയും കോൺഫിഡൻസ് തരുന്ന ഒരമ്മ നമ്മുടെ മുറ്റത്തുണ്ടാവുമ്പോൾ നിങ്ങൾ പറയൂ, ഏത് കുട്ടിയാണ് ഈ ലഹരിയിലേക്ക് പോവുക ഈ കോൺഫിഡൻസ് ഉണ്ടാവുമ്പോൾ? ജീവിതം വഴിതെറ്റി പോകുന്നു, ജീവിതം വീണു പോകുന്നു എന്ന് തോന്നുമ്പോൾ ഇങ്ങനെ വെച്ചൊന്ന് അമ്മയെന്ന് വിളിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ലഹരിയിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? ആത്മഹത്യയിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടേണ്ട ആവശ്യമുണ്ടോ? ഉറപ്പുണ്ട്. എന്ത്? ആരൊക്കെ കൈവിട്ടാലും എന്നെ എൻ്റെ അമ്മ കൈവിടില്ല. ആ ഉറപ്പ് കുട്ടികൾക്ക് കൊടുത്ത് വളർത്തുക. അതിനെന്ത് വേണം? എല്ലാ ദിവസവും അമ്പലത്തിൽ കൊണ്ടുവരാം.